കൂട്ടുകാരെ, വിഷുമായ സമയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ നമുക്ക് അപ്രതീക്ഷിതമായി വലിയൊരു ധനം ഒക്കെ കൈവരുക എന്നത് ഒരു യാദൃശ്ചികത മാത്രമല്ല എന്നാണ് നമ്മുടെ ജ്യോതിശാസ്ത്രം പറയുന്നത്. ഒരാളുടെ ജാതകത്തിൽ ചില പ്രത്യേക ഗ്രഹങ്ങളുടെ അനുഗ്രഹവും ദശാകാലവും വീഴുമ്പോഴാണ് ഈ ഭാഗ്യം തെളിയുന്നത് എന്നാണ്. 30 കോടി രൂപ ഒറ്റയടിക്ക് നിങ്ങളുടെ കൈകളിൽ വന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? അതെ, കേരള ലോട്ടറി ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാന തുകയായി ഇത്തവണ ഓണം ബമ്പർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോട്ടറി ടിക്കറ്റുകൾ ഇതിനകം തന്നെ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈയിടെയാണ് വലിയ ചർച്ചയായി എന്ന് തന്നെ പറയാം. ഈ 30 കോടി സ്വന്തമാക്കാൻ പോകുന്ന ആ ഭാഗ്യശാലികൾ ഏത് നക്ഷത്രക്കാരാണ്? ജ്യോതിഷപ്രകാരം ആർക്കാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ വലിയ ഗ്രഹനിലയുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി 25 കോടി രൂപയായിരുന്നു നമ്മുടെ ഒന്നാം സമ്മാനം. എന്നാൽ ഇത്തവണ 5 കോടി രൂപ വർദ്ധിപ്പിച്ച് 30 കോടി രൂപയാക്കി മാറ്റിയിരിക്കുന്നു. ലോട്ടറി തരുന്ന പ്രധാന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. രാഹു അപ്രതീക്ഷിതവും പെട്ടെന്ന് ലാഭത്തിൻ്റെയും പ്രധാന കാരണകൻ എന്ന് പറയുന്നത് രാഹുവാണ്. അതുപോലെ തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും വലിയ തുകയും നൽകുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹമുള്ള വ്യാഴമാണ്. ആഡംബര ജീവിതവും വലിയ സമ്പത്തും നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ഇത്തവണ ഗ്രഹനില പ്രകാരം ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹങ്ങൾക്ക് വളരെ അനുകൂലമായ സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്. അതായത് കൊണ്ടാണ് ഇവർക്ക് ഉച്ചീല സൗഭാഗ്യം എന്ന് പറയുന്നത്. ഭാഗ്യം എന്നത് എപ്പോഴും ഏത് സമയത്തും വന്നു ചേരാവുന്ന ഒന്നാണ്. കഠിനാധ്വാനത്തോടൊപ്പം തന്നെ അല്പം ഭാഗ്യം കൂടി വന്നു ചേരുമ്പോഴാണ് ജീവിതം തന്നെ മാറി മറിയുന്നത് എന്നാണ്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ മുഴുവനായി കാണുവാനും ശ്രമിക്കുക. അപ്പോൾ പ്രേക്ഷകരെ, നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. രോഹിണി നക്ഷത്രം ഇടവക്കൂറിൽ ഇത്തവണ ഓണം ബമ്പറിലെ ഏറ്റവും കൂടുതൽ ലോട്ടറി യോഗം കൽപ്പിക്കുന്ന നക്ഷത്രങ്ങൾ ഒന്നാണ് രോഹിണി. ഇവർക്ക് ഇപ്പോൾ ധനസ്ഥാനത്ത് വളരെയധികം ശക്തനാണ്. രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും അനുകൂലമായ മാറ്റങ്ങൾ കാരണം വിചാരിക്കാത്ത വഴികളിലൂടെ പണം വന്നു ചേരുന്നതായിരിക്കും. ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇവർക്ക്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രം ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ രാജകീയമായ സ്വഭാവമുള്ളവരാണ്. ഇത്തവണ മകം നക്ഷത്രത്തിന് ജന്മരശി മാറി വരുന്ന കാലഘട്ടമായതിനാലും വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയിൽ ഉള്ളതിനാലും വലിയ ധനലാഭത്തിനൊക്കെ സാധ്യതയുണ്ട്. ഒരു ടിക്കറ്റിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞേക്കാം എന്നാണ്. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രം ധനുക്കൂറുകാരാണ്. ഏഴരശ്ശേരിയിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടുന്ന നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം. കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കെല്ലാം അറുതി വരാൻ പോകുന്ന സമയമാണ്. ശുക്രൻ്റെ അനുകൂലമായ സ്ഥാനം ഇവർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളായിരിക്കും സമ്മാനിക്കുക. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രം വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിലെ അനിഴം നക്ഷത്രക്കാർക്ക് ഗ്രഹനിലയിൽ ഇപ്പോൾ വലിയൊരു മാറ്റമാണ് കാണുന്നത്. കർമ്മരംഗത്തും ധനരംഗത്തും ഇവർക്ക് ഉച്ചിയിലാണ് ഭാഗ്യം നിൽക്കുന്നത്. ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ ഏർപ്പെടുന്നവർക്ക് ഇവർക്ക് ഇത്തവണ പോസിറ്റീവ് ഫലമാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. രാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹമുള്ള നക്ഷത്രമാണ് ചോതി എന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നുള്ള ധനലാഭത്തിന് രാഹു സഹായിക്കും. അതുകൊണ്ട് തന്നെ 30 കോടിയുടെ ഈ വലിയ ബമ്പർ നേട്ടത്തിലേക്ക് ഒരു കൈ നോക്കാൻ ചോതി നക്ഷത്രക്കാർക്ക് ജ്യോതിഷപ്രകാരം നല്ല സമയവുമാണ്. ഇനി ലോട്ടറി എടുക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ചെയ്യാവുന്ന ചില ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലോ ടിക്കറ്റ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ രാശിക്ക് ഇണങ്ങുന്ന നിറങ്ങളുടെ വസ്ത്രം ധരിച്ച് ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് പോസിറ്റീവ് എനർജി തരുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഇടവക്കൂറുകാർക്ക് വെള്ളയോ നീലയോ, ചിങ്ങക്കൂറുകാർക്ക് മഞ്ഞയോ ചുവപ്പോ ഒക്കെ ഡ്രസ്സ് ധരിക്കുന്നത് വളരെയും ഉത്തമമായി കാണുന്നു.
ജ്യോതിഷം എന്നത് ഒരു വഴികാട്ടി മാത്രമാണ്. ലോട്ടറി എന്നത് പൂർണ്ണമായും ഭാഗ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാം. അതിനാൽ അമിതമായ പണം കളയാതെ വിനോദത്തിനായി മാത്രം ടിക്കറ്റുകൾ എടുക്കുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.